കൃഷ്ണപ്രഭയാണ് ചേരുന്നത്. കാരണം കൃഷ്ണപ്രഭ നമ്മളോട് അടുത്താണ് നിൽക്കുന്നതെങ്കിലും രണ്ട് കൈയും രണ്ട് സൈഡിൽ ആരാധകർക്ക് വീശി രണ്ട് കണ്ണും എല്ലാവരെയും പതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണപ്രഭ പൊങ്കാല എത്രാമത്തെ പൊങ്കാലയും ചോദിക്കുന്നില്ല, എന്ത് വിശേഷമൊന്നും ചോദിക്കുക. കാരണം ഇത് വലിയ തിരുവനന്തപുരത്തിൻ്റെ ഉത്സവമാണ് ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. അതിൽ ഓരോ ആഗ്രഹത്തോടെയാണ് ഓരോ അമ്മമാർ പൊങ്കാല ഇടുന്നത്. ഈ അമ്മമാരെല്ലാവരും നിങ്ങളെ കാണാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. എങ്ങനെ തോന്നുന്നുണ്ട് ഈ സന്തോഷം? ഒരുപാട് സന്തോഷം. ഞാൻ എത്രാമത്തെ തവണയാണെന്ന് ചോദിക്കാത്തത് നന്നായി, കാരണം ഞാൻ എണ്ണീട്ടില്ല ഇതുവരെ. അപ്പോൾ അതിന് ഒരു കൃത്യമായ ഉത്തരം നൽകാൻ എനിക്കും സാധിക്കില്ല. പിന്നെ ഓരോരുത്തരും ഇവിടെ വരുന്നത് അവരുടേതായിട്ടുള്ള സങ്കടങ്ങളും എല്ലാം പറഞ്ഞ് അമ്മയിൽ അർപ്പിച്ചുകൊണ്ടാണ് എല്ലാവരും പൊങ്കാല ഇടുന്നതും. ദൈവത്തിൻ്റെ അനുഗ്രഹം, ആറ്റുകാലമ്മയുടെ അനുഗ്രഹം ഉണ്ടാവണേ എന്നുള്ളതാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. എനിക്ക് അമ്മയുടെ അനുഗ്രഹം ഫീൽ ചെയ്തിട്ടുണ്ട് എപ്പോഴും. ഞാനും എൻ്റെ കുടുംബം, അമ്മ, എൻ്റെ ബ്രദറും ഒക്കെ വലിയ ഭക്തരാണ്. ഇവിടെ വന്നിട്ട് നമുക്ക് ഓരോരുത്തർക്കും അതുപോലുള്ള നല്ല നല്ല അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാവുന്നത് കൊണ്ടാണല്ലോ ഓരോ വർഷം ഇരട്ടിയാവുകയാണ് ജനത്തിരക്ക്. പറയുന്നത് ഇന്ന് ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് നല്ല തിരക്കാണ്. ചൂടൊന്നും വകവയ്ക്കാതെ എല്ലാവരും പൊങ്കാല അർപ്പിക്കാനായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ കൃഷ്ണപ്രഭ എന്താണ് സ്പെഷ്യലായിട്ട് എന്താണ് അർപ്പിക്കുന്നത്? പൊങ്കാല പായസം തന്നെയാണ്. അതെല്ലാ വർഷവും അങ്ങനെയുള്ളൂ. പക്ഷെ എല്ലാ വർഷവും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതും ഞാൻ ഇവിടെ തന്നെയാണ് ഗൗരവത്തിൽ തന്നെയാണ് എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ദൈവയുടെ തൊട്ട് അടുത്ത് തന്നെയായിട്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അതിലാണ് സന്തോഷം. ഇപ്പോൾ എത്ര പൊങ്കാല ഞാൻ നേരത്തെ ചോദിക്കാൻ തന്നെ കാരണം ഈ നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും സ്ഥിരമായ അമ്മയെന്ന് പറയുന്നത് നിങ്ങൾ കുറേ ചലച്ചിത്ര താരങ്ങളുടെ പ്രധാനപ്പെട്ട ഇഷ്ടദൈവങ്ങളിൽ ഒന്നാണ് ആറ്റുകാലമ്മ. കാരണം നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ഈ ദുഃഖങ്ങളും അല്ലെങ്കിൽ ടെൻഷനും ഒക്കെ തന്നെ അമ്മയുടെ അടുത്ത് വരുമ്പോൾ അത് മാറുന്നു എന്ന് തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ഇപ്പോൾ പുതിയ പ്രോജക്റ്റിൽ എങ്ങനെ സന്തോഷം കാണുന്നുണ്ട്? ഒരുപാട് സന്തോഷം. കാരണം നേരാണ് ഇപ്പോൾ റിലീസായിട്ടുള്ള സിനിമ ഉണ്ടായിരുന്നത്. അത് 100 crore ക്ലബിൽ കയറി എന്ന് പറയുന്നത് തന്നെ ആറ്റുകാലമ്മയുടെ ഒരു അനുഗ്രഹം തന്നെയാണ്. പിന്നെ സീരിയൽ ഇപ്പോൾ കളിവീട് ചെയ്യുന്നുണ്ട്, അതിനും ഒരുപാട് ആരാധകർ. ഇവരെല്ലാവരും ചേച്ചി വരാട്ടോ, ഇപ്പോൾ വരാവേ, വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു. പിന്നെ ഞാനിവിടെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഒരു കൊറോണയ്ക്ക് മുന്നേ ഉള്ള വർഷം ഇവിടെ ഞാൻ എൻ്റെ ഡാൻസ് പ്രോഗ്രാം ഞാനും ടീമുമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെല്ലാം വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും കലയുടെ ദേവി ആണ് അല്ലേ ആറ്റുകാലമ്മ, സരസ്വതി ദേവി, ആറ്റുകാലമ്മ. ജഗദാംബികയായിട്ട് തന്നെയാണ് കലയെ ആറ്റുകാലമ്മ വിശേഷിപ്പിക്കുന്നത്. ഇത് അമ്മ കൂടിയുണ്ട് ഇത്തവണ പൊങ്കാലയ്ക്ക്. അമ്മയും ആയിരുന്നു. അമ്മ ഇപ്പോൾ ഒന്നകത്തേക്ക് പോയി. പൊങ്കാലയ്ക്കൊപ്പം ഭക്തർ ഈ ആരാധകരെ ഒന്ന് സന്തോഷിപ്പിക്കേണ്ട. എന്തായാലും കൃഷ്ണപ്രഭ ചാടയെന്ന് പറഞ്ഞാലോ അല്ലേ?